ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ നയനയുടെയും ആദർശിന്റെയും സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അങ്ങനെ നമ്മുടെ കനകദുർഗ എല്ലാ സത്യങ്ങളും അറിഞ്ഞു. എല്ലാ സത്യങ്ങളും എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ നവ്യയെ ഒരാളെ ട്രാപ്പിൽ പെടുത്താൻ ശ്രമിച്ചു എന്നും അത് വലിയൊരു വിഷയമായി ആ കുടുംബത്തിൽ തീർന്നു എന്നും അതിനോടൊപ്പം തന്നെ നമ്മുടെ നവ്യ പ്രഗ്നന്റ് ആണ് എന്ന വിവരമൊക്കെ അറിഞ്ഞാണ് കനകദുർഗ വന്നത്. ഏതായാലും കനകദുർഗ സത്യങ്ങളൊക്കെ അറിഞ്ഞപ്പോഴേക്കും വലിയ രീതിയിൽ പൊട്ടിത്തെറിച്ചപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി ഒരു തീരുമാനം എടുത്തു. ഒരു കാര്യം ചെയ്യുക, നിനക്ക് നിന്റെ മകളെ ഇവിടെ നിർത്തിയിട്ട് പോകാൻ വിശ്വാസമില്ല, നിനക്ക് നിന്റെ മകളുടെ കൂടെ നീ കുറച്ച് ദിവസം നിൽക്കുക, അപ്പം അതിനൊരു പരിഹാര മാർഗമാകുമല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കനകദുർഗയ്ക്ക് ഒരു മടി. കാരണം വേറൊന്നുമല്ല, മരുമകന്റെ വീടാണ്, അങ്ങനെ വന്ന് കയറി നിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് എന്താ പറയുക, മാന്യം മര്യാദയായിട്ട് ജീവിക്കുന്നവർക്ക് ഇച്ചിരി പ്രയാസമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അതും നമ്മുടെ മരുമകന്റെ വീട്ടിൽ നിൽക്കുക, അതുപോലെ തന്നെ അവിടെ 3 ദിവസം താമസിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അമ്മമാർക്കും ഇഷ്ടമല്ലാത്ത കാര്യമാണ്. പ്രത്യേകിച്ച് അങ്ങനെ ഉണ്ടല്ലോ, ഇപ്പോൾ 2-3 ദിവസമൊക്കെ നിൽക്കുന്ന പോലെ അല്ല, പ്രഗ്നന്റ് ആയി എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ജലജയുടെ പരിഹാസ വാക്കുകളൊക്കെ കേട്ട് നിൽക്കണ്ടേ. അങ്ങനെ നമ്മുടെ കനകദുർഗ പറഞ്ഞു, ഹേയ് ഇല്ല, അത് ശരിയാവില്ല, ഞാൻ ഏതായാലും ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞപ്പോൾ നയന പറയാണ്, അമ്മ എന്താ അമ്മ ഇവിടെ നിൽക്കാതിരിക്കുന്നത്, അമ്മയ്ക്ക് ഇവിടെ നിന്നൂടെ, മുത്തശ്ശിയുടെ തീരുമാനമല്ലേ, ആ തീരുമാനത്തെ മാനിക്കുകയല്ലേ ചെയ്യേണ്ടത്, അമ്മ അതുകൊണ്ട് ഇവിടെ നിൽക്കണം. നവ്യേച്ചിയുടെ സ്വഭാവത്തിന് നല്ല മാറ്റവും ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ കുറച്ച് ദിവസം ഇവിടെ നവ്യേച്ചിയുടെ കൂടെ വേണമെന്ന് പറഞ്ഞപ്പോൾ നവ്യയും നിർബന്ധിക്കുകയാണ്, അമ്മ നിൽക്കമ്മേ, കുറച്ച് ദിവസം ഇവിടെ നിൽക്കുക, അമ്മയുണ്ടെങ്കിൽ എനിക്ക് ഒത്തിരി സന്തോഷമാകും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കനകദുർഗ ലാസ്റ്റ് സമ്മതിക്കുകയാണ് കേട്ടോ. അങ്ങനെ കനകദുർഗ അവിടെ നിൽക്കാമെന്ന് സമ്മതിച്ചു. പക്ഷേ ജലജയ്ക്കാണെങ്കിൽ വല്ലാത്ത അസ്വസ്ഥത, ജലജയ്ക്ക് ഒരു സമാധാനം കിട്ടുന്നില്ല. അഭിയുടെ മുമ്പിൽ കിടന്ന് ജലജ തുള്ളുകയാണ്, വെട്ടുകത്തി എടുത്ത് തുള്ളുകയാണെന്ന് വേണമെങ്കിൽ പറയാം. അത്ര മാത്രം നമ്മുടെ ജലജയ്ക്ക് ദേഷ്യം വരികയാണ്. അപ്പം ജലജ പറഞ്ഞു, നീ ഒരുത്തൻ കാരണമാണ് ഇപ്പോൾ കണ്ടവരെല്ലാം ഈ വീട്ടിൽ കയറി നിരങ്ങുന്നത്, ഇനിയിപ്പോൾ ഞാൻ അവളുടെ കൂടെ കിടക്കണ്ടേ, എനിക്ക് വയ്യ, എനിക്ക് അവളുടെ കൂടെ, എനിക്ക് കനകദുർഗയുടെ മുഖം കാണുന്നത് തന്നെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ദേഷ്യമൊക്കെയാണ്, എനിക്ക് അവളെ ഇഷ്ടമല്ല, ഒരു വൃത്തികെട്ട സ്ത്രീയാണ്, മൂഷിക സ്ത്രീയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ അഭി പറഞ്ഞു, എന്ത് ചെയ്യാനാമ്മേ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എടാ നിനക്ക് അവളെ ഇഷ്ടമല്ല താനും, ഇപ്പം അവൾ പ്രഗ്നൻറ്റുമാണ്, ഇതിനൊക്കെ ഞാൻ എന്താണ് അർത്ഥം മനസ്സിലാക്കേണ്ടത്. അത് പിന്നെ അമ്മേ, ഞാൻ പറഞ്ഞല്ലോ, സ്വയബോധത്തിൽ ഞാൻ ഒരിക്കലും അവളുമായിട്ട് ഒരു ബന്ധത്തിലും പോയിട്ടില്ല, പക്ഷെ ഇതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കള്ളു കുടിച്ച് മൂക്കറ്റം കള്ളു കുടിച്ചിട്ട് കയറി വരുന്ന നിനക്ക് സ്വയബോധം, നീ എപ്പോഴെങ്കിലും സ്വയബോധത്തോടെ നീ നിന്റെ ബെഡ്റൂമിനകത്ത് കയറിയിട്ടുണ്ടോ? ഇങ്ങനെയാടാ, നിനക്ക് സ്വയബോധം ഇല്ലെങ്കിൽ മറ്റുള്ളവരത് മുതലെടുക്കും, അത് നീ മനസ്സിലാക്ക്. നീ കാരണം സത്യം പറഞ്ഞാൽ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുക എനിക്ക്. എൻ്റെ കൺമുമ്പിൽ വരാതെ നീ എങ്ങോട്ടെങ്കിലും മാറിപ്പൊക്കോന്നും പറഞ്ഞ് കാലി തുള്ളി ജലജ അങ്ങ് പോയി കഴിഞ്ഞു. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നയനയും അതുപോലെ കനകദുർഗയും സംസാരിക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ നയനം പറഞ്ഞു, അമ്മ ഒരു കാര്യം ചെയ്യുക, അച്ഛനെ വിളിച്ച് പറയണ്ടേ, കാര്യങ്ങളൊക്കെ അച്ഛനെ അറിയിക്കണ്ടേ, അച്ഛനെ വിളിച്ച് പറയണ്ടേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞായിരുന്നു മോളെ, എങ്കിലും ഒന്നുകൂടെ വിളിക്കാം. സത്യം പറഞ്ഞാൽ ഗോവിന്ദേട്ടന് ഞാനിവിടെ നിൽക്കണ തീരെ ഇഷ്ടമാവില്ല, ഒരു സമാധാനം ഇല്ലായിരിക്കും ഗോവിന്ദേട്ടന്. പിന്നെ നന്ദുവിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ, അവളാണ് ഇപ്പോൾ ആകെപ്പാടെ മാറി തിരിഞ്ഞ് നടക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് എന്താ പറ്റിയത് അമ്മയ്ക്ക് ഇതുവരെ മനസ്സിലായില്ല, അമ്മ ഇതുവരെ അവളുടെ കാര്യം ചോദിച്ച് മനസ്സിലാക്കിയില്ലേ എന്നിങ്ങനെ നയന് ചോദിച്ചപ്പം കനകദുർഗ പറഞ്ഞു, ഞാൻ അവളുടെ കാര്യം പിന്നെ മോളെ ചോദിച്ച് ഏതായാലും അവളെ നമുക്ക് മാറ്റിയെടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, ഏതായാലും അവളെ എന്തെങ്കിലും ഒന്നും കൂടെ പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ പിന്നെ എത്രയും പെട്ടെന്നൊരു വിവാഹം നടത്തുകയൊക്കെ ചെയ്യണം. അതിനവൾ വിവാഹത്തിന് സമ്മതിക്കും അമ്മേ, സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് നമ്മൾ നിന്നിട്ട് കാര്യമില്ല, അവളെ ആരെക്കൊണ്ടെങ്കിലും ഒന്ന് വിവാഹം കഴിപ്പിക്കണം, അതും നമ്മുടെ ഒപ്പം നിൽക്കുന്നവർ മതി, ഒരിക്കലും നമ്മളെക്കാളും ഉയർന്നവർ വേണ്ട. അങ്ങനെ ഒരു പൊട്ടത്തരം എനിക്കുണ്ടായിരുന്നു, പക്ഷേ നമ്മുടെ കുടുംബത്തിനോട് ചേർന്ന് നിൽക്കുന്നത്, നമ്മുടെ കുടുംബത്തിൽ നിന്ന് താഴ്ന്നും പോകാൻ പാടില്ല, ഉയർന്നും പോകാൻ പാടില്ല, സമാസമം നിൽക്കുന്ന ഒരാളെ കണ്ടുപിടിച്ച് അവളുടെ കൈ ഏൽപ്പിച്ചു കഴിഞ്ഞാലേ എനിക്കൊരു സമാധാനമേ ഉള്ളൂ, ഗോവിന്ദനും ഒരു സമാധാനമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദനെ വിളിക്കുകയാണ്. അങ്ങനെ ഗോവിന്ദനെ കനകദുർഗ വിളിച്ചപ്പം ഗോവിന്ദൻ ഫോൺ എടുത്തിട്ട്, ഏതായാലും നീ അവിടെ നിൽക്കുന്ന കാര്യം ഓർത്തപ്പോൾ മുതൽ എനിക്ക് സമാധാനമില്ല കനകദുർഗെ, ഒന്നാമത് നീയും ആ ജലജയും തമ്മിൽ ചേരില്ലല്ലോ, അതാ എൻ്റെ പേടിയെന്ന് പറഞ്ഞപ്പം ഗോവിന്ദേട്ടൻ ഒന്നുകൊണ്ട് പേടിക്കുമൊന്നും വേണ്ട, ഞാനിവിടെ വേറെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നില്ല, നമ്മുടെ മക്കളുടെ ജീവിതം സേഫ് ആക്കാൻ വേണ്ടി മാത്രം ഞാനിപ്പോൾ ഇവിടെ നിൽക്കണമെന്ന് ഗോവിന്ദേട്ടൻ കരുതിയാൽ മതി എന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ നയനമോളോട് സംസാരിക്കും, ഞാൻ നയനമോളുടെ കൈ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നയനമോളുടെ കൈ കൊടുത്തപ്പോഴത്തേക്കും ഗോവിന്ദൻ പറഞ്ഞു,
അതേ മോളെ, അമ്മേനെ ഒന്ന് നോക്കിക്കോണം കേട്ടോ. നിങ്ങളെ നോക്കാനേ അമ്മ വന്നത് എങ്കിലും പക്ഷേ അമ്മേനെ നോക്കണമെന്ന് പറയേണ്ട ഒരു അവസ്ഥയാണ്. കാരണം അറിയാലോ, ആ ജലജയുമായിട്ട് ഒരിക്കലും നിന്റെ അമ്മ ചേരില്ല എന്ന് പറയുമ്പം അങ്ങനെയൊന്നുമില്ല അച്ഛൻ പേടിക്കൊന്നും വേണ്ട. അമ്മയെങ്കിലും വേണ്ട ഇങ്ങനെ ഒരാളായിട്ട്. ആ സ്ത്രീയെ ഒന്ന് അടക്കി നിർത്താൻ അമ്മയെങ്കിലും വേണം. അതുകൊണ്ട് അമ്മ ഇവിടെ ഉണ്ടെന്ന് ഓർത്തുകൊണ്ട് ഒരു പ്രശ്നമില്ല. പിന്നെ മുത്തച്ഛനും മുത്തശ്ശിയും അമ്മയുടെ കൂടെ എപ്പോഴും ഉണ്ട്. അച്ഛനെ കൊണ്ട് പേടിക്കുകയൊന്നും വേണ്ട. അച്ഛൻ കറക്റ്റ് ഗുളികയൊക്കെ കഴിച്ച് ആഹാരമൊക്കെ കഴിച്ചിട്ട് കിടക്കണം. പിന്നെ നന്ദുവിനെ ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം. പറ്റുമെങ്കിൽ അവളെ ഇടയ്ക്ക് ഇങ്ങോട്ടൊന്ന് പറഞ്ഞൊക്കെ വിടണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നയന ഫോൺ കട്ട് ചെയ്തു. നയന ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കട്ട് ചെയ്തിട്ട് അങ്ങ് പോയി. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കനകദുർഗ പല കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയാണ് കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ നയനി ഇങ്ങനെ നയനി ഇങ്ങനെ ബെഡ്റൂമിനകത്ത് കിടക്കുമ്പോൾ അവരുടെ ആ ഒരു കട്ടിലിന് താഴെ ഒരു മെത്ത കണ്ടതും അന്ന് അവർ പറഞ്ഞ കാര്യം സത്യമാണോ, അതൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അവർ തമ്മിൽ ജീവിക്കാൻ ഇതുവരെ തുടങ്ങിയില്ലേ, അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അപ്പം ഞാൻ വിചാരിക്കുന്നത് പോലെയൊക്കെ തന്നെ ആയിരിക്കുമോ. ഏതായാലും അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം നിലനിർത്താൻ പാടില്ല. എൻ്റെ മക്കളുടെ രണ്ടുപേരുടെയും പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണം. അത് പരിഹരിച്ചു കഴിഞ്ഞ് എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റുകയുള്ളൂ. അവരെ സേഫ് ആക്കണം എന്ന ആ ഒരു ചിന്തയും ഒരു പുതിയ തീരുമാനവും ഒക്കെ എടുക്കുകയാണ് നമ്മുടെ കനകദുർഗ. ഏതായാലും ഇത് കഴിഞ്ഞ് ആദർശിനെയും നയനയെയാണ് കാണിക്കുന്നത്. നമ്മുടെ ആദർശ് ആയിക്കോട്ടെ ഇങ്ങനെ ലാപ്ടോപ്പിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നയന അങ്ങോട്ടേക്ക് വരുന്നു. നയന ഇങ്ങനെ ഓരോ കാര്യം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആദർശിന് അത് കേൾക്കാൻ വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം നമ്മുടെ നയന ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ അവഗണിക്കുന്നത്, നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? അപ്പം ചോദിക്കുന്നുണ്ട്, എൻ്റെ പ്രശ്നങ്ങളൊക്കെ നീ പരിഹരിക്കുമോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ ആരുമല്ല, പക്ഷേ എൻ്റെ അമ്മയ്ക്കൊരു അഭിപ്രായമുണ്ട്, നല്ലൊരു മരുമകനെയാണ് എൻ്റെ അമ്മയ്ക്ക് കിട്ടിയിരിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ആദർശം ഒന്നും മിണ്ടാതിരിക്കുക. എന്നിട്ട് പറഞ്ഞു, നല്ലൊരു മരുമകനെ തന്നെയാണല്ലോ അവർക്ക് കിട്ടിയിരിക്കുന്നത്, എല്ലാം സഹിച്ചും ക്ഷമിച്ചും പോകാനുള്ള മനസ്സുള്ളൊരു മരുമകൻ. അപ്പം നമ്മുടെ നയന് ചോദിച്ചു, അല്ലെ നിങ്ങൾ എന്താ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നത്, എന്തിൻ്റെ കാര്യം നിങ്ങൾ ഈ പറയുന്നത്, നിന്നെപ്പോലൊരു പെണ്ണിനെ ഞാൻ സഹിക്കുന്നില്ലേ, ചുമക്കുന്നില്ലേ, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞപ്പം ആഹോ അത്രയ്ക്കായല്ലേ, എന്നെ അത്രയ്ക്ക് പാടാണോ സഹിക്കാനും ക്ഷമിക്കാനും, അപ്പം നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ നിങ്ങൾ ഞാൻ എത്രത്തോളം സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് എന്നൊക്കെ ഇവർ രണ്ടുപേരും കൂടെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു യുദ്ധം അവിടെ തുടങ്ങുകയാണ്. വാതുറന്ന രണ്ടുപേരും യുദ്ധമേ ഉള്ളല്ലോ. അപ്പം അങ്ങനെ ഒരു ചെറിയൊരു സീൻ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നെ കാണുന്നത് നമ്മുടെ അനിയാണ്. അപ്പം അനി ഇങ്ങനെ വളരെയധികം വിഷമത്തോടു കൂടി ഇരിക്കുകയാണ്. അനിക്കൊരു സമാധാനം കിട്ടുന്നില്ല. അനിക്കാണെങ്കിൽ ഇപ്പം നമ്മുടെ അനാമികനെ വിവാഹം കഴിക്കാൻ ഒട്ടും താല്പര്യമില്ല. ഞാനിതൊക്കെ നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇവിടം വരെ ഈ തീരുമാനങ്ങൾ എത്തില്ലായിരുന്നു. പക്ഷെ എന്താണ് എനിക്ക് നേരത്തെ പറയാൻ പറ്റാത്തത്, ഞാൻ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല, എനിക്ക് നേരത്തെ പറഞ്ഞാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ അനി വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് നന്ദു ഫോൺ വിളിക്കുകയാണ്. അപ്പം നന്ദുവിൻ്റെ ഫോൺ കോൾ കണ്ട ഉടനെ തന്നെ എന്തോ സ്വർഗം കിട്ടിയ പോലെ നമ്മുടെ അനി പെട്ടെന്ന് ഫോൺ എടുത്തിട്ട്, അയ്യോ നന്ദു, നീ വിളിച്ചല്ലോ, നീ എന്താ ഇത്രയും ദിവസം വിളിക്കാതിരുന്നത്, എന്താ നിനക്ക് പറ്റിയത്, അല്ല നിന്റെ അമ്മ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചത്, അമ്മ അവിടെ ഉണ്ട്, എങ്കിൽ പിന്നെ അമ്മ ഉള്ളപ്പോൾ നിനക്ക് ഇങ്ങോട്ടേക്ക് വരത്തില്ല എന്ന് പറയുമ്പം ഇല്ല, ഒരിക്കലും എനിക്ക് വരത്തില്ല, അമ്മ എന്നോട് പറഞ്ഞിരിക്കുന്നത് അങ്ങോട്ടേക്ക് വരരുത് എന്നാണ്, അതുകൊണ്ട് എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല എന്നിങ്ങനെ പറഞ്ഞു. അതെന്താ നിന്റെ അമ്മ അങ്ങനെ പറയാൻ കാരണം? അതെനിക്കറിയില്ല, അനിയുടെ വിവാഹം കഴിഞ്ഞ് അനിയുടെയും അനാമികയുടെയും വിവാഹം കഴിഞ്ഞ് വന്നാൽ മതി എന്നാണ് പറഞ്ഞത്. ഞാൻ പിന്നെ കൂടുതലൊന്നും തിരക്കോ അന്വേഷിക്കുകയോ ഒന്നും ചെയ്തില്ല, അതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ പിന്നെ നിനക്ക് പുറത്ത് വെച്ച് എന്നെ ഒന്ന് കണ്ടൂടെ, നമുക്ക് പുറത്ത് പോയൊന്ന് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഹേയ് വേണ്ട, അതൊന്നും അനാമികയ്ക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞപ്പോൾ അനാമികയുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അല്ല ഞാൻ നോക്കുന്നത് എന്നിങ്ങനെ അനി പറഞ്ഞപ്പോഴത്തേക്കും അത് ശരിയല്ല, വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണാണല്ലോ, അപ്പം ആ പെണ്ണിൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളൊക്കെ നോക്കേണ്ടത് അത് വലിയ കുറച്ചിലായിട്ടൊന്നും കാണണ്ട, ഞാൻ ഏതായാലും ഫോൺ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മുടെ നന്ദു ഫോൺ കട്ട് ചെയ്തു. ഇതേസമയം നമ്മുടെ അനിക്ക് എന്തോ വിഷമമായി പോയിട്ടോ. അങ്ങനെ പെട്ടെന്ന് നമ്മുടെ കനകദുർഗ അങ്ങോട്ടേക്ക് വന്നപ്പോൾ അനി കനകദുർഗേനെ പിടിച്ചു നിർത്തിയിട്ട്, അതെ ആൻറ്റി എന്തിനാ പറഞ്ഞത് നന്ദുവിനോട് ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന്, എന്താ പറ്റിയത്, എന്താ നന്ദു ഇങ്ങോട്ടേക്ക് വന്നാൽ കുഴപ്പം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പം അത് പിന്നെ മോനെ പ്രശ്നങ്ങളൊന്നുമില്ല, അല്ല ഇപ്പം അവളിവിടെ വന്നിട്ട് എന്തിനാ, ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ, അവളുടെ മനസ്സാകപ്പാടെ പതറിയിരിക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പം ആ പതറിൽ എന്താണെന്ന് അമ്മ ചോദിച്ചില്ല, ആൻറ്റി ചോദിച്ചില്ലേ എന്നിങ്ങനെ കനകദുർഗയോട് ചോദിച്ചപ്പം അത് ഞാൻ ചോദിക്കുകയൊക്കെ ചെയ്തു, ആ പതറലിന് പരിഹാരമാർഗ്ഗമൊന്നുമില്ല, ആ പതറിൽ നോക്കിക്കൊണ്ട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പല സംഭവങ്ങളും നടക്കുമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അനിക്ക് എന്തോ തോന്നി, കനകദുർഗയ്ക്ക് എന്തോ ശകലം അറിയാം എന്ന രീതിയിൽ അനിക്ക് തോന്നുന്നുണ്ട്. അപ്പം ഇവർ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ നയന കടന്നു വന്നപ്പോഴത്തേക്കും നമ്മുടെ അനി പറഞ്ഞു, അതെ നയനേടത്തിയുടെ അമ്മ ചെയ്തത് കണ്ടോ, നന്ദുവിനോട് ഇങ്ങോട്ടേക്ക് വരണ്ടെന്നാ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ നയന ചോദിച്ചു, അതെന്താ അമ്മേ നന്ദുവിനോട് ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന് പറഞ്ഞത്,
അത് പിന്നെ മോളെ ഞാൻ വേറൊന്നും കൊണ്ടും പറഞ്ഞല്ല, അവളുടെ സ്വഭാവം നിനക്കറിയാലോ. സത്യം പറഞ്ഞാൽ എടുക്കുകയൊന്നുമില്ല അവൾക്ക്. അവൾ ആരോട് പറയേണ്ടത് അങ്ങനെയൊന്നും അവൾക്ക് അറിയില്ല, പറയേണ്ട രീതിയും അവൾക്കറിയില്ല. ചിലപ്പോൾ എന്നോട് പറയുന്നത് പോലെ തന്നെ മറ്റുള്ളവരോട് പറയും. നിനക്കറിയാലോ അവളുടെ പെരുമാറ്റ രീതി. അപ്പോൾ ചിലപ്പോൾ അത് ഇവിടെ ഉള്ളവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ അവളോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞത്. ഇപ്പം ഞാനിവിടെ വന്നപ്പോൾ തന്നെ ഒരു വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായി. ഇനി അവളും കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും വലിയൊരു പ്രശ്നമാകും. ആ ഒരു പ്രശ്നം വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ അവളോട് വരണ്ടെന്ന് പറഞ്ഞത് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയാം. അല്ല, നീ നിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്നല്ലേ പറഞ്ഞത് അനി നന്ദു? എങ്കിൽ പിന്നെ നിനക്ക് അവളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കിക്കൂടെ? അല്ല, നീ ബെസ്റ്റ് ഫ്രണ്ടാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ആ പ്രശ്നങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കുന്നതല്ലേ നല്ലത്. നിന്നോട് പെട്ടെന്ന് പറയുമായിരിക്കുമല്ലോ. എന്നോട് അമ്മയോടോ പറയുന്നേക്കാൾ കൂടുതൽ രീതിയിൽ ഫ്രണ്ട്സിനോടൊക്കെ നല്ല പെട്ടെന്ന് സംസാരിച്ച് പറയുമായിരിക്കുമല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അനി പറഞ്ഞു, ബെസ്റ്റ് ഫ്രണ്ടൊക്കെയാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൽ ഒരാളാണ് ആദർശേട്ടൻ. ആദർശേട്ടൻ കഴിഞ്ഞ് എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. എനിക്കങ്ങനെ ഒത്തിരി ഫ്രണ്ട്സുകളുള്ള കൂട്ടത്തിലുമല്ല. പക്ഷേ എന്തോ ഞാനും നന്ദുവും തമ്മിൽ നല്ല കൂട്ടാണ്. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ്. പക്ഷേ അവളുടെ പ്രശ്നം എന്താണെന്ന് ഞാൻ ചോദിച്ച് മനസ്സിലാക്കുന്നതിൽ നല്ലത് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അതിനുടനെ ഒരു പരിഹാരം കണ്ടെത്തുന്നതല്ലേ നല്ലത് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നയനെ അന്തം വിട്ട് നിൽക്കുകയാണ്. എന്തായിരിക്കും പ്രശ്നമെന്ന് നയനയ്ക്കും അറിയില്ല. അപ്പം നയനയും ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഇവരുടെ ആ ഒരു ഇടപെടലും ഒക്കെ കണ്ടപ്പോൾ നയനയ്ക്ക് ഇനിയിപ്പോൾ സംശയമുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പം നയന ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. ഇങ്ങനെ നന്ദുവിനെ വിട്ടാൽ ശരിയാവില്ല, എന്തെങ്കിലും അവളുടെ മനസ്സിൽ എന്താണെന്ന് കണ്ടുപിടിച്ചേ മതിയാവൂ എന്നുള്ള രീതിയിലും, അതുപോലെ അനി പറഞ്ഞതുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റ് ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ എന്താ പറയുക, എന്തോ ഒരു ചെറിയൊരു ഇതുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട് നയനയ്ക്ക്. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം ഇനിയിപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. നമ്മുടെ നയനെ കണ്ടുപിടിക്കുവോ, നന്ദുവിൻ്റെ ആ ഒരു മനസ്സ് നയനയ്ക്ക് മനസ്സിലാവുമോ? ഏതായാലും മനസ്സിലായി കഴിഞ്ഞാൽ നന്ദുവിനെയും അനിയനെയും കൂട്ടി യോജിപ്പിക്കാൻ നയനെ നിൽക്കുമോ? ഒരിക്കലും നയനെ നിൽക്കില്ല. കാരണം നയനയ്ക്കറിയാം നയനെ ആ വീട്ടിൽ എത്രമാത്രം സഹിച്ചാണ് നിൽക്കുന്നത് എന്ന്. അതുകൊണ്ട് ഒരിക്കലും ആ ഒരു വിവാഹം നടത്താൻ നയനെ സമ്മതിക്കില്ല കേട്ടോ. അപ്പം നയനെ സമ്മതിക്കുന്നത് അനാമികയുമായിട്ടുള്ള വിവാഹം തന്നെയാണ്. അത് തന്നെയാണ് നടക്കാനും പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. പിന്നെ നമ്മുടെ പുതിയ ചാനലിൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നുണ്ട്, ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ പുതിയ ചാനലിൽ നമ്മൾ വിശേഷങ്ങളൊന്നുമല്ല ചെയ്യുന്നത്, എൻ്റെ വിശേഷങ്ങളൊക്കെയാണ്. പിന്നെ നമ്മൾ എന്നും 9 മണിക്ക് ലൈവ് വരാറുണ്ട്. നിങ്ങൾ ലൈവ് വരുമ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളെക്കുറിച്ച്, അതായത് നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥയും നയനുടെയും ആദർശിൻ്റെയും കഥയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് സംസാരിക്കാറുണ്ട് കേട്ടോ. നമ്മൾ എന്നും 9 മണിക്ക് ലൈവിൽ വരാറുണ്ട്. അപ്പം കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ആരും അറിഞ്ഞില്ല എങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമ്മ്യൂണിറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കമ്മ്യൂണിറ്റി, അതായത് പോസ്റ്റിൽ നിങ്ങൾ എൻ്റെ പ്രൊഫൈലിൽ കമ്മ്യൂണിറ്റി കയറി ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റിക്കകത്തൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മുടെ ചാനലിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പോയി നിങ്ങൾ നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. എന്നും 9 മണിക്ക് നമ്മൾ ലൈവ് വരുന്നുണ്ട്. എൻ്റെ വിശേഷവും അതുപോലെ തന്നെ രേവതിയുടെയും സച്ചിയുടെയും വിശേഷവും ആദർശിൻ്റെയും നയനിയുടെയും വിശേഷം നമുക്ക് നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.